ഹോം ലോൺ EMI അടയ്ക്കേണ്ട അവസ്ഥയാവും നമ്മൾ മിക്കവരും. എന്നാൽ ധനികർ സമ്പാദിച്ചു തുടങ്ങുന്ന ആദ്യകാലങ്ങളിൽ എല്ലാം വാടകയ്ക്ക് താമസിച്ചു വരുന്നവരാണ്. ഇത്തരത്തിൽ വാടകയ്ക്ക് താമസിക്കുന്നത് വഴി EMI ട്രാപ്പിൽ വീഴാതെ രക്ഷപ്പെടുകയും വീട് വെക്കാൻ വരുന്ന പണം പലതരത്തിൽ നിക്ഷേപിച്ച് അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുകയും ചെയ്യാൻ സാധിക്കും. തങ്ങളുടെ സമ്പാദ്യം കൊണ്ട് 2ഓ 3ഓ വീട് വെക്കാം എന്ന ഘട്ടത്തിൽ എത്തുമ്പോൾ മാത്രമാണ് അവർ വീട് വെക്കുന്നത്. മിഡിൽ ക്ലാസ് ട്രാപ്പിൽപ്പെട്ട് ആദ്യഘട്ടത്തിൽ തന്നെ വീട് വെക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത് സാമ്പത്തിക കാഴ്ചപ്പാടിൽ നല്ല തീരുമാനമല്ല. സമ്പാദ്യം മുഴുവൻ നശിപ്പിക്കുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ഉദാഹരണം നോക്കിയാൽ, നിങ്ങൾക്ക് 2 കോളേജുകളിൽ അഡ്മിഷൻ കിട്ടി. ഒന്ന് വളരെയധികം ഫീസ് കൂടിയ രാജ്യത്തെ തന്നെ മികച്ച ഒരു കോളേജാണ്. ഇവിടെ സ്കോളർഷിപ്പ് ഒന്നും തന്നെ ഇല്ല. രണ്ടാമത്തേത് മുഴുവൻ ഫീസും സ്കോളർഷിപ്പ് ലഭിക്കുന്ന സാമാന്യം ഭേദപ്പെട്ട ഒരു കോളേജാണ്. നിങ്ങൾ ഇതിൽ ഏതാണ് തിരഞ്ഞെടുക്കുക? മിഡിൽ ക്ലാസ് ട്രാപ്പിലുള്ളവർ മിക്കപ്പോഴും കരുതുന്ന ഏറ്റവും നല്ല കോളേജിൽ പഠിച്ചാൽ നല്ല ജോലി കിട്ടും, അതുകൊണ്ട് തന്നെ ഫീസ് അടയ്ക്കാനായി എടുത്ത ലോൺ വീട്ടാം, അത് ഉയർന്ന ഫീസുള്ള കോളേജിൽ തന്നെ പോകാമെന്നായിരിക്കും. എന്നാൽ അങ്ങനെ ചെയ്യുന്നത് വഴി പഠനത്തിന് ശേഷം ലഭിക്കുന്ന വരുമാനം നിക്ഷേപിക്കാനാകാതെ ലോൺ അടയ്ക്കാൻ നിങ്ങൾ നിർബന്ധിതരാകും. ഇത്തരത്തിൽ സമ്പാദ്യം നശിപ്പിക്കാൻ പ്രാപ്തിയുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ പ്രതീക്ഷിക്കാതെ വരുന്ന നഷ്ടങ്ങളെ നേരിടാൻ ഇൻഷുറൻസ് എടുക്കാതെ ഇരിക്കുന്നതും സാമ്പത്തിക വീക്ഷണത്തിൽ മണ്ടത്തരമാണ്. ജോലി നഷ്ടമായ, അപകടങ്ങൾ, മരണം പോലുള്ള പ്രതീക്ഷിക്കാതെ വരുന്ന കാര്യങ്ങളെ നേരിടാൻ ഇൻഷുറൻസ് നിങ്ങൾക്ക് നിർബന്ധമാണ്. നിക്ഷേപം എന്നാൽ എപ്പോഴും യഥാർത്ഥ ആസ്തികളിലാണ് എന്നാണ് പൊതുവെയുള്ള ധാരണ. എന്നാൽ അതല്ല സത്യം. ഇതും ഒരു ഉദാഹരണ സഹിതം നമുക്ക് വിശദീകരിക്കാം. യഥാർത്ഥ സ്വർണമോ അതോ സോവീരിയൻ ഗോൾഡ് ബോണ്ട് പോലുള്ള വെർച്വൽ സ്വർണമാണോ നല്ല നിക്ഷേപം എന്ന് മിഡിൽ ക്ലാസ് ചിന്താഗതിയുള്ള ഒരാളോട് ചോദിച്ചാൽ അവർ SBG എന്ന് പറയാനാണ് സാധ്യത കൂടുതൽ. യഥാർത്ഥ സ്വർണം സൂക്ഷിക്കാനും കൈകാര്യം ചെയ്യാനുമൊക്കെ ബുദ്ധിമുട്ടാണ് എന്ന് കരുതിയാണ് മിക്കവരും SBG ആണ് ഭേദം എന്ന് പറയുന്നത്. എന്നാൽ ഇത് ശരിയുമാണ്. എന്നാൽ ആഗോള മാർക്കറ്റിനെ ബാധിക്കുന്ന ഏറ്റക്കുറച്ചിലുകൾ മൂലം ഉണ്ടാവുന്ന സ്വർണ്ണവിലക്കയറ്റം യഥാർത്ഥ സ്വർണത്തിന്റെ ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ധനികർ എപ്പോഴും അതിലാണ് നിക്ഷേപം കണ്ടെത്തുന്നത്. ഇതുപോലെ തന്നെയാണ് റിയൽ എസ്റ്റേറ്റും സ്റ്റോക്ക് മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസവും. മിക്കവരും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ആകൃഷ്ടരാകുമ്പോൾ ധനികർ എപ്പോഴും റിയൽ എസ്റ്റേറ്റിലാണ് നിക്ഷേപം കണ്ടെത്തുന്നത്. ഹെഡ്ജ് ഫണ്ട് എന്ന് കേൾക്കാത്തവർ വളരെ കുറവാണ്. എന്താണ് ഹെഡ്ജ് ഫണ്ട് അല്ലെങ്കിൽ ഹെഡ്ജ് മാനേജ്മെന്റ്? നിങ്ങളുടെ പണം മാനേജ് ചെയ്യാൻ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതിനെയാണ് ഹെഡ്ജ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ധനികർ ഇത്തരത്തിൽ നിക്ഷേപിക്കാൻ ഒരു ഇടനിലക്കാരനെ പണം ഏൽപ്പിക്കുമ്പോൾ അവർ തങ്ങളുടെ പണം എവിടെയെല്ലാം നിക്ഷേപിക്കപ്പെടുന്നു എന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. സാധാരണക്കാർ നിക്ഷേപിക്കുന്നുണ്ടെങ്കിലും അവർ ഒരു ഫണ്ട് മാനേജറെ പണം ഏൽപ്പിക്കുന്നതോടെ തങ്ങളുടെ നിക്ഷേപം അവസാനിപ്പിക്കുന്നു. ഇതുമൂലം ഒളിഞ്ഞിരിക്കുന്ന ഫീസുകളെ കുറിച്ചോ പണം ഏതെല്ലാം രീതിയിൽ നിക്ഷേപിക്കപ്പെടുന്നു എന്നതിനെ കുറിച്ചോ ഒന്നും നിക്ഷേപകർ അറിയാതെ പോകുന്നുണ്ട്. സ്വന്തം പേരിൽ എടുക്കാതെ ബിസിനസിന്റെ പേരിൽ ലോണുകൾ എടുക്കുകയാണെങ്കിൽ ഭാവിയിൽ കടക്കെണിയിൽ പെടാതെ രക്ഷപ്പെടാൻ അത് നിങ്ങളെ സഹായിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് മാത്രമല്ല, പൊതുവെ പേഴ്സണൽ ലോണുകൾ എടുക്കുന്നത് ഒഴിവാക്കുന്നത് മിഡിൽ ക്ലാസ്സിൽ ട്രാപ്പിൽ പെടാതെ രക്ഷപ്പെടാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്തിടെ നിക്ഷേപങ്ങളെ പറ്റി പല പരസ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും ഇതിൽ ആകൃഷ്ടരായി നിക്ഷേപിക്കാൻ മിഡിൽ ക്ലാസ് ചിന്താഗതിയുള്ളവർ തയ്യാറാവുകയും ചെയ്തു. എന്നാൽ എന്തിലാണ് നിക്ഷേപിക്കുന്നതെന്നോ ഭാവിയിൽ ഈ നിക്ഷേപം എങ്ങനെ പണമാക്കാം എന്നതിനെക്കുറിച്ചോ ഒന്നും നിങ്ങൾക്ക് വലിയ അറിവുണ്ടാകാൻ സാധ്യതയില്ല. ഏഞ്ചൽ നിക്ഷേപകരാകാം, ഉയർന്ന റിട്ടേൺസ് നേടാം എന്നെല്ലാം കരുതിയാണ് ഇവർ നിക്ഷേപിക്കുന്നത്. ഭാവിയിൽ ഈ ഷെയറുകൾ വിൽക്കാനാകുമോ എന്ന് പോലും ഉറപ്പില്ല. ധനികരെപ്പോഴും പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുന്നിടങ്ങളിൽ മാത്രമായിരിക്കും നിക്ഷേപം നടത്തുന്നത്. ഇൻഫ്ലേഷൻ നിരക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് സേവിങ്സ് നടത്തുന്നതിനേക്കാളും പ്രാധാന്യം വരുമാനം വർദ്ധിപ്പിക്കുന്നതിനാണ്. അതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ വരുമാന സ്രോതസ് ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ലോകത്തെ കോടീശ്വരന്മാർക്കൊക്കെ ശരാശരി 8 വരുമാന സ്രോതസ്സുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ സാധാരണക്കാർ എപ്പോഴും ഒരു ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല. എപ്പോഴും ഒന്നിൽ കൂടുതൽ ബിസിനസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് വരുമാനം ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നിങ്ങൾക്കും ഒരു കോടീശ്വരനാകാൻ സാധിക്കാം.